ഇന്ത്യയുടെ പരമാധികാരത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന രണ്ട് രാജ്യങ്ങൾ, ഒന്ന് പാകിസ്ഥാനും മറ്റൊന്ന് ചൈനയും. കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന നുഴഞ്ഞുകയറ്റവും സൈനികരുടെ അധിനിവേശവും ചെറിയൊരു വെല്ലുവിളിയല്ല ഇന്ത്യക്ക് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വെല്ലുവിളികളും. ഇതിനെല്ലാം പരിഹാരമായി അമേരിക്കൻ വ്യോമസേനയുടെ ആവനാഴിയിലെ കരുത്തുറ്റ ആക്രമണ നിരീക്ഷണ ആളില്ലാ വിമാനം ഇന്ത്യയിലേക്ക് എത്തുന്നു. അമേരിക്കയുടെ MQ-9B റീപ്പർ ഡ്രോൺ. ഈ ആളില്ലാ കരുത്തുറ്റ വാഹനത്തിന് NQ-9B പ്രിഡേറ്റർ ഡ്രോൺ എന്ന് മറ്റൊരു പേരുമുണ്ട്. പാകിസ്ഥാന്റെ ബിറക്ടർ TB2 ഡ്രോണിനെക്കാട്ടിലും ചൈനയുടെ വിങ്ലുങ് 3 ഡ്രോണിനെക്കാട്ടിലും സാങ്കേതിക വിദ്യയിലും പ്രഹരശേഷിയിലും മികച്ചു നിൽക്കുന്നതാണ് ഇന്ത്യ വാങ്ങാൻ പോകുന്ന അമേരിക്കയുടെ MQ-9B പ്രിഡേറ്റർ. ചൈന അതിർത്തിയിലെ 3500 കിലോമീറ്ററും പാകിസ്ഥാൻ അതിർത്തിയിലെ 3300 കിലോമീറ്ററും ഈ ഡ്രോണിന്റെ പരിധിയിൽ വരും. 400 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകാൻ സാധിച്ചാൽ ഏകദേശം 27 ലക്ഷം ചതുരശ്ര മൈൽ ദൂരം ഈ ഡ്രോണുകൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഈ MQ-9B പ്രിഡേറ്റർ ആണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. $4 ബില്യൺ ഏകദേശം 33,000 കോടിയോളം രൂപയുടെ കരാറാണിത്. 2023 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഷിംഗ്ടൺ സന്ദർശനത്തിന് ഒരാഴ്ച മുമ്പാണ് പ്രതിരോധ മന്ത്രാലയം ഈ ഡ്രോണുകൾ വാങ്ങാൻ തീരുമാനിക്കുന്നത്. 31 ഡ്രോണുകളാണ് ഇന്ത്യ വാങ്ങുന്നത്. ഇതിൽ 15 സീ ഗാർഡ് ഡ്രോണുകൾ നാവികസേനയ്ക്കും വ്യോമ കരസേനകൾക്ക് 8 വീതം ഡ്രോണുകളും നൽകും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിയിരിക്കുന്ന അന്തർവാഹിനികളെ കണ്ടെത്താനും അവയെ പിന്തുടരാനും ഈ MQ-9B ഗാർഡിയൻ ഡ്രോണുകൾ വഴി സാധിക്കും. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ അടങ്ങിയ ഈ ഡ്രോണുകൾ പ്രതിരോധ മേഖലയിൽ ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഇന്ത്യയുടെ ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഈ ഡ്രോണുകൾ. 30 മണിക്കൂറിലധികം തുടരാനും എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാനുള്ള കഴിവും ഇതിനുണ്ട്. അതുപോലെ തന്നെ ഈ സീ ഗാർഡിയന് ദീർഘദൂര നിരീക്ഷണം നടത്താനും സമുദ്രമേഖലയിൽ തത്സമയം നടക്കുന്ന സാഹചര്യങ്ങളെ പറ്റി ഒരവബോധം നൽകാനും സാധിക്കും. അതുപോലെ തന്നെ ഇതിന് രാത്രിയെന്നോ പകലോ എന്നോ വ്യത്യാസമില്ലാതെ ഏത് കാലാവസ്ഥയിലും ഏതവസ്ഥയിലും പൂർണ്ണമായിട്ടുള്ള വീഡിയോ പകർത്താനും സാധിക്കും. ഇന്റലിജൻസ്, നിരീക്ഷണം, രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ നടത്താനും വിലപ്പെട്ട തത്സമയ വിവരങ്ങളും സാഹചര്യങ്ങളെ പറ്റി അവബോധം നൽകാനും ഈ ഡ്രോണുകൾക്ക് കഴിയും. ഈ MQ-9B പ്രിഡേറ്ററിന്റെ അടിസ്ഥാന സംവിധാനം എന്ന് പറയുന്നത് മൾട്ടി സ്പെക്ട്രൽ ടാർഗറ്റിംഗ് സിസ്റ്റം ആണ്. ഇത് ഇൻഫ്രാറെഡ്, കളർ, മോണോക്രോം, ഡേലൈറ്റ് TV ക്യാമറകൾ, ഷോർട്ട് വേവ് ഇൻഫ്രാറെഡ് ക്യാമറ, ലേസർ ഡിസൈനർ, കൃത്യമായ ടാർഗറ്റിംഗിനായി വിഷ്വൽ സെൻസറുകൾ തുടങ്ങിയ വിവിധ സെൻസറുകൾ സംയോജിപ്പിച്ചിരിക്കുന്നു. ലേസർ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾക്കായി ടാർഗറ്റുകൾ കൃത്യമായി നിയോഗിക്കുന്നതിനുള്ള ലേസർ റേഞ്ച് ഫൈൻഡർ, കൂടാതെ കൃത്യമായ നിരീക്ഷണ ശേഷികൾക്കായുള്ള സിന്തറ്റിക് അപ്പർച്ചർ റഡാറും ഇതിലുണ്ട്. ഇതിന് 8 ലേസർ ഗൈഡഡ് മിസൈലുകൾ വരെ വഹിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇത് കൊണ്ടുപോകുന്നതിനായി ഇതിന്റെ പാർട്സ് വേർപെടുത്താനും കൊണ്ടുപോകുന്നതിനായി ഒരൊറ്റ കണ്ടെയ്നർ ലോഡ് ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ C-130 ഹെർക്കുലീസ് അല്ലെങ്കിൽ വലിയ പ്ലാറ്റ്ഫോമുകളുള്ള വിമാനങ്ങൾ ഉപയോഗിച്ചും കൊണ്ടുപോകാം. ഈ MQ-9B സ്കൈ ഗാർഡിയൻ സൈന്യത്തിനും വ്യോമസേനയ്ക്കും വേണ്ടിയുള്ള ഇതിന്റെ ഒരു പതിപ്പാണ്. ഇത് എല്ലാ കാലാവസ്ഥയിലും 40 മണിക്കൂറോ അതിൽ കൂടുതലോ സമയത്തേക്ക് ഉപഗ്രഹത്തിലൂടെ ചക്രവാളത്തിന് മുകളിലൂടെ പറക്കാൻ സാധിക്കും. ഇതിന്റെ മറ്റൊരു പതിപ്പായ സീ ഗാർഡിയൻ സമുദ്ര നിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ സീ ഗാർഡിയന് 30 മണിക്കൂറിലധികം ഉപഗ്രഹം വഴി ചക്രവാളത്തിന് മുകളിലൂടെ പറക്കാൻ സാധിക്കും. അമേരിക്കയിലെ ജനറൽ അറ്റോമിക്സ് എയറോനോട്ടിക്കൽ സിസ്റ്റംസ് നിർമ്മിച്ചതാണ് MQ-9B ഡ്രോണുകൾ. ദീർഘ സഹിഷ്ണുതയ്ക്കും ഉയർന്ന ഉയരത്തിലുള്ള നിരീക്ഷണത്തിനുമായി രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ ആളില്ലാ വിമാനമാണ് ഈ ഡ്രോണുകൾ. ഈ ഡ്രോണുകൾക്ക് 11 മീറ്റർ നീളവും 22 മീറ്ററിലധികം ചിറകുകളുമുണ്ട്. കൂടാതെ 50,000 അടി വരെ പ്രവർത്തിക്കാനും കഴിയും. മാത്രമല്ല 240 നോട്ട്സ് ടു എയർ സ്പീഡും 1361 കിലോഗ്രാം എക്സ്റ്റേണൽ സ്റ്റോറുകളും ഉൾപ്പെടെ 1746 കിലോഗ്രാം പേലോഡ് ശേഷിയുമുണ്ട്. സെൻസറുകളും ആയുധങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിന് പൈലറ്റും ഒരു എയർ ക്രൂ അംഗവും അടങ്ങുന്ന 2 അംഗ ക്രൂ ആണ് ഈ UAV വിദൂരമായി പ്രവർത്തിപ്പിക്കുന്നത്. US എയർഫോഴ്സിന്റെ അഭിപ്രായത്തിൽ റിപ്പറിന് 8 ലേസർ ഗൈഡഡ് മിസൈലുകൾ, എയർ ടു ഗ്രൗണ്ട് മിസൈൽ 114 ഹെൽഫയർ എന്നിവ ഉപയോഗിക്കാൻ കഴിയും. ഈ റിപ്പറിന്റെ മുൻഗാമിയായിരുന്ന പ്രിഡേറ്റർ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ യുദ്ധ സമയത്ത് അതിന്റെ ഉപയോഗത്തിന് വളരെയധികം പേരുകേട്ടതാണ്. നിലവിൽ ഈ റിപ്പർ ഡ്രോണുകൾ US സേന, നാസ, യുണൈറ്റഡ് കിങ്ഡമിന്റെ റോയൽ എയർഫോഴ്സ്, ഇറ്റാലിയൻ എയർഫോഴ്സ്, ഫ്രഞ്ച് എയർഫോഴ്സ്, സ്പാനിഷ് എയർഫോഴ്സ് എന്നിവരാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ ജപ്പാൻ MQ-9B ഗാർഡിയൻ ഡ്രോണുകളും ഉൾപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ 2014-നും 2018-നും ഇടയിൽ ഇറാഖിലും സിറിയയിലും കുറഞ്ഞത് 2400 ദൗത്യങ്ങൾക്കായി UK വ്യോമസേന ഈ ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു. ഇന്ത്യൻ നാവികസേനയും ഈ ഡ്രോണുകൾ പാട്ടത്തിനെടുത്ത് ഉപയോഗിച്ചിരുന്നു. LACയുടെ കുറുകെയുള്ള ചൈനീസ് സൈനിക ശേഷിയുടെ വ്യക്തമായ ചിത്രങ്ങൾ ദേശീയ സുരക്ഷാ ആസൂത്രകർക്ക് നൽകിയത് ഈ ഡ്രോണുകളാണ്.
ഇതിനുശേഷമാണ് നരേന്ദ്രമോദി സർക്കാർ ഈ ഡ്രോണുകൾ സ്വന്തമാക്കാൻ തീരുമാനിച്ചത്. പാട്ടത്തിനെടുത്ത സ്കൈ ഗാർഡിയൻ ഡ്രോണുകളുടെയും ഇന്ത്യൻ നേവിയുടെ ബോയിങ് P-81 മൾട്ടിമിഷൻ വിമാനങ്ങളുടെയും നിരീക്ഷണ ദൃശ്യങ്ങളിൽ നിന്നാണ് PLA സൈനിക ശേഷി, മിസൈലുകൾ, റോക്കറ്റ് സംവിധാനങ്ങൾ, സൈനിക നീക്കങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യക്ക് ലഭിച്ചത്. ഈ MQ-9B പ്രഡേറ്ററിന് ഓട്ടോമാറ്റിക് ടേക്ക് ഓഫും ലാൻഡിങ്ങിനും കഴിയും. മാത്രമല്ല ഇതിന് സുരക്ഷിതമായി സിവിൽ എയർ സ്പേസുമായി സംയോജിപ്പിക്കാനും കഴിയും. അതുമാത്രമല്ല സമുദ്രമേഖലയിലെ തത്സമയ സാഹചര്യങ്ങളെ കുറിച്ചുള്ള അവബോധം നേടുന്നതിന് രാത്രിയും പകലും ഒരുപോലെ പ്രവർത്തിപ്പിക്കാനും സാധിക്കും.